നരുൺ ആ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി വേഗത്തിലായിട്ടുണ്ട്. അങ്കോളയിലേക്കല്ല കാർവാറിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു കാർവാർ ഗവൺമെന്റ് ആശുപത്രി ആയിരിക്കും അങ്കോളയേക്കാൾ കുറച്ചുകൂടി അടുത്തല്ലേ? അതുകൊണ്ടാണോ അങ്ങോട്ട് പോയത്, അതോ കുറെ കൂടി വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കാൻ സൗകര്യമുള്ളത് കൊണ്ടാകുമോ? കുമാർ, നമുക്ക് പുതിയ ലഭിക്കുന്ന വിവരമനുസരിച്ച് കാർവാർ ജില്ലാ ആശുപത്രിയിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, അർജുന്റെ കുടുംബം, അതായത് ജിതിനാണ് നിലവിൽ ഇവിടെയുള്ളത്. ജിതിനെ ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ DNA ആവശ്യമാണോ, അത് കുടുംബമാണ് പറയേണ്ടത്. DNA ആവശ്യമില്ല എന്ന് കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം നടപടികൾ പിന്നീട് DNA ആവശ്യമില്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുക്കുന്ന നടപടിയിലേക്ക് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഉടൻ തന്നെ ജിതിൻ ഇവിടുന്ന് നിലവിൽ ഇപ്പോൾ ഈ കാർവാറിലേക്ക് പുറപ്പെടും. ഏകദേശം നമുക്ക് ജിതിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ നാട്ടിലുള്ള ബന്ധുക്കളൊക്കെ സംസാരിച്ചു. വേഗത്തിൽ ഇവിടുന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കൊണ്ടുപോകേണ്ടതാണ്. അതായത് നിലവിൽ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോറിയിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല, അർജുൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ എന്തെങ്കിലും ഒരു സംശയം അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല. അതോടൊപ്പം തന്നെ അവർക്ക് ഇതിൽ ഈ ബോഡി പാർട്ടിൽ എന്തെങ്കിലും നേരിട്ട് കണ്ട് സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് നിലവിൽ ഇപ്പോൾ എന്തായാലും വ്യക്തതയില്ല. ഈ DNA വേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അവർ ഉള്ളത്. നാട്ടിലുള്ള മറ്റ് ബന്ധുക്കളൊക്കെയായി ജിതിൻ അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയമൊക്കെ നടത്തിയിട്ടുണ്ട്. വേഗം ഇവിടെ നിന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കൊണ്ടുപോവുക എന്ന മൃതദേഹം കൊണ്ടുപോവുക പറയുന്ന പോലെ ലീഗൽ ക്ലോഷറിനൊക്കെ DNA പരിശോധന ആവശ്യമെങ്കിൽ നടക്കട്ടെ. പക്ഷേ DNA പരിശോധന അർജുനെ കോഴിക്കോട്ടേക്ക് എത്തിക്കാതിരിക്കാനുള്ള കാലതാമസമായി മാറരുത് എന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുടുംബമാണ് ഇതിൽ പറയേണ്ടത്. DNA ആവശ്യമുണ്ടോ, ഇപ്പോൾ കുടുംബം DNA വേണം, ഇത് ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി DNA വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ആ DNA നടപടികൾ പൂർത്തീകരിച്ച് മാത്രമേ മൃതദേഹം ഈ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ കുടുംബം DNA വേണ്ട എന്ന ഒരു നിലപാടിലേക്കാണ്. അത് ഇനി സ്ഥിരീകരിക്കേണ്ട കാര്യമില്ല, അതോടൊപ്പം വേഗം നാട്ടിലേക്ക് എത്തിക്കുക, അതായത് ഈ നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിലൊരു കാലതാമസത്തിന് അവർ അത് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ജിതിനെ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി കാർവാറിലെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് വേണ്ടി, ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജിതിൻ അങ്ങോട്ടേക്ക് ഉടൻ തന്നെ പുറപ്പെടുകയും ചെയ്യും. അവിടെ വെച്ച് അതുമായി ബന്ധപ്പെട്ട് അതൊരു ഒഫീഷ്യലായി അത് അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് മുന്നോടിയായാണ് ജിതിൻ മാത്രമാണ് നിലവിൽ ഇപ്പോൾ അർജുന്റെ ബന്ധു എന്ന നിലയിൽ ഇവിടെ ഷിരൂരിലുള്ളൂ. മറ്റ് കാർവാർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. കാർവാർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ അർജുന്റെ മൃതദേഹമുള്ളത്. DNA പരിശോധന വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചന നടക്കുന്നുണ്ട്. എന്തായാലും കുടുംബം തൽക്കാലം ലോറി പൊക്കുന്നുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ നിലപാടാണ് DNA പരിശോധനയിൽ അതിനിർണായകമായിട്ടുള്ളത്. കുടുംബം DNA പരിശോധന വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അവരിൽ നിന്ന് അത് എഴുതി വാങ്ങലൊക്കെ എന്തായാലും ഉറപ്പായും ഉണ്ടാകുമായിരിക്കും. നിയമപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് കൂടി അവർക്ക് ഒരു പക്ഷേ ലഭിക്കേണ്ടി വരും. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടേണ്ടതുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് അതിൽ ഉറപ്പായും DNA പരിശോധന വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ആ റിസ്ക് ഒക്കെ അതിൽ ഉണ്ടാകുമായിരിക്കും. അത് എടുക്കുമോ എന്ന് നോക്കിയിരുന്ന് കാണാം. എന്തായാലും DNA പരിശോധന ഒരു ഘട്ടത്തിലും അർജുനെ ഇനി കോഴിക്കോട്ടേക്ക് എത്തിക്കാൻ വൈകരുത് എന്നത് മാത്രമേ ഉള്ളൂ. DNA പരിശോധന വേണമെങ്കിൽ അതിന്റെ മുറക്കി നടക്കട്ടെ. പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്, കരയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ലോറിയും കരയിലേക്ക് കയറ്റി അല്ലേ? ഔദ്യോഗികമായി തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു കഴിഞ്ഞാൽ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട്, അത് കാർവാർ ഗവൺമെന്റ് ആശുപത്രിയിൽ തന്നെയായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാകും. അത് പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ നാട്ടിലേക്ക് നാളെ കൊണ്ടുപോകാനാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ എന്തെങ്കിലും DNA വേണമെന്ന മറ്റ് നിയമപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുടുംബം DNA വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് DNA ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ജിതിനെ അങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. മറുവശത്ത് ഈ ലോറി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ലോറിയിൽ വിശദമായിട്ടുള്ളൊരു പരിശോധന കൂടി നടത്തും എന്ന് ഇവിടെ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് ഈ ലോറി മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം അത്തരം നടപടികൾ കൂടി പൂർത്തീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്താകും കാര്യം? ലോറി ഓൾമോസ്റ്റ് കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന പരിശോധനകൾ, ഫോറൻസിക് അടക്കമുള്ള പരിശോധനകൾ ഈ ലോറിയിൽ നടത്തേണ്ട സാഹചര്യമുണ്ടോ?
ലോറി കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിലിനി എന്ത് പരിശോധനകൾ എന്ന കാര്യം അറിയില്ല. ലോറി ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കരയിലേക്ക് എടുക്കുന്നില്ല എന്നൊക്കെ കേട്ടിരുന്നു. അങ്ങനെയല്ല, ലോറി എന്ന് അതിനെ പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. ഒരു വലിയ ലോറിയാണ്. നമ്മൾ ആ തടി കയറ്റിയ വലിയ ലോറി നമ്മൾ കണ്ടവരാണ്. അതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങൾ. അത് കുറേയൊക്കെ പോയിട്ടുണ്ടാകണം. ഈ പറഞ്ഞ ഡീസൽ ടാങ്കിൻ്റെ ഭാഗമൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു മനാഫിൻ്റെ സഹോദരൻ മുബീൻ. ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല DNA കാര്യമൊന്നും. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. കാർവാർ ഹോസ്പിറ്റലിലേക്കാണ് SP എന്നോട് എത്താൻ പറഞ്ഞത്. അവിടെ പോയിട്ട് അവരെന്താ പറയുന്നത് അതുപോലെ കുടുംബത്തിനെ അറിയിച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യുക. DNA ആവശ്യമുണ്ട് എന്നുള്ള നിലപാട് നമുക്ക് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ല, അങ്ങനെ അവർക്ക് നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അത് എങ്ങനെയാണെന്നുള്ളത് അവരായിട്ട് കളക്ടറായിട്ട് SP ആയിട്ട് ഡിസ്കസ് ചെയ്ത് കുടുംബമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു തീരുമാനം. ഐഡന്റിഫൈ ചെയ്യാവുന്ന എന്തെങ്കിലും ഈ ബോഡി പാർട്സ് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങളുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ല. ബന്ധുക്കളോടൊക്കെ സംസാരിക്കും, അവരെന്താണ് പറയുന്നത്? നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തി? ഇല്ല, ഇപ്പം നിലവിൽ ഞങ്ങളോട് കാർവാർ ഹോസ്പിറ്റലിലേക്ക് എത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കും. അതെ. വീട്ടുകാരുമായിട്ട് സംസാരിച്ചോ ഈ ഒരു കാര്യത്തിൽ? സംസാരിച്ചു. നിയമ തടസ്സമൊന്നും ഇല്ലെങ്കിൽ പിന്നെ DNA ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ ഒപ്പീനിയൻ കൂടി അറിയണം, അവരെന്താണ് പറയുന്നത്. ഫൈനൽ ടേക്ക് എടുക്കുന്നത് SP. കാരണം അതെ, മാൻ മിസ്സിംഗ് FIR ഇട്ട കേസാണ്. അപ്പം അതിന് നിയമപരമായിട്ട് അവരാണ് അത് തീരുമാനിക്കേണ്ടത്. എങ്ങനെ നിലവിൽ കാർവാർ ആശുപത്രിയിൽ പോവാണ്. അതിൽ ചെയ്യേണ്ടുന്നത് ചെയ്തു തീർക്കുക, അത് വേഗത്തിലാക്കുക, അതാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് അതിൽ നിയമപരമായി തീർക്കേണ്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ ആ കുടുംബത്തിന് ഒരു പക്ഷേ കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ല, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന അതിൽ എന്തായാലും അർജന്റായിട്ട് എന്തെങ്കിലും തിങ്സ് അതിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ സംസാരിച്ചിരുന്നു അമ്മയായിട്ടും എല്ലാവരും കിട്ടിയത്. അപ്പം ഇനി അവർക്ക് എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാവും തോന്നുന്നു. കുടുംബത്തിന് വ്യക്തതയുണ്ട്. ആ വ്യക്തത എന്ന് പറഞ്ഞാൽ DNA പരിശോധന എന്ന് പറയുന്നത് ഇപ്പോൾ ആ ശരീരത്തിൽ നിന്ന് അർജുൻ്റേതായി തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് DNA പരിശോധന വേണ്ട എന്ന് തന്നെയാണ് നിലപാട്. പക്ഷേ അങ്ങനെ DNA പരിശോധന വേണ്ട തീരുമാനിക്കുമ്പോൾ ഭാവിയിൽ ഏതെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുകൂടി അവർക്ക് ജില്ലാ ഭരണകൂടം രേഖാമൂലം തന്നെ നൽകേണ്ടതുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടവുമായി സംസാരിക്കും എന്ന് ജിതിൻ പറയുന്നത്.